നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. T20 ലോകകപ്പിൽ ചാമ്പ്യന്മാരുടെ ഗരിമയുമായിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിലേ പിഴയ്ക്കുന്നുണ്ടോ? കുഞ്ഞൻ ടീമായ അമേരിക്കയ്ക്കെതിരെ വിയർത്ത് ജയിച്ച ഇന്ത്യയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. പരീക്ഷണങ്ങൾ പാളുന്ന ബാറ്റിംഗ് ലൈനപ്പും ടീം സെലക്ഷനിലെ അപാകതകളും ഇന്ത്യക്ക് തിരിച്ചടിയാവുമോ? നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീം ഒരാളെ തീർച്ചയായും മിസ് ചെയ്യുന്നുണ്ട്. വിക്കറ്റ് വീഴുമ്പോൾ കോട്ട പോലെ കാക്കുന്ന ആ ആങ്കർ റോൾ ഇനി ആരേറ്റെടുക്കും? ശുഭ്മൻ ഗില്ലിന്റെ അഭാവം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പൊരുതി നേടിയ 50 ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഞെട്ടിക്കുന്ന പരാജയം തന്നെ നേരിടുമായിരുന്നു. മറുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോഴും ക്രീസിൽ പിടിച്ചുനിന്ന സൂര്യ ആദ്യം ആങ്കർ റോളിലും പിന്നീട് ഫിനിഷറുടെ റോളിലും മിന്നിക്കുക തന്നെ ചെയ്തു. ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീം ഒരാളെ ശരിക്കും മിസ് ചെയ്തിരുന്നതായി കാണാം. അത് മലയാളി വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായ സഞ്ജു സാംസൺ ആയിരുന്നില്ല, മറിച്ച് ലോകകപ്പ് സ്ക്വാഡിൽ ഇടം ലഭിക്കാതെ പോയ മുൻ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മൻ ഗില്ലാണ്. ഇത്തവണത്തെ T20 ലോകകപ്പിൽ കളിക്കുന്ന ഇന്ത്യൻ ടീമിനെ എടുത്താൽ മുൻനിര ബാറ്റിംഗ് ലൈനപ്പിലെ എല്ലാവരും ഒരേ ശൈലിയുടെ വക്താക്കളാണ്. ഓവർ അഗ്രസീവും അതോടൊപ്പം ഹൈ റിസ്കുമുള്ള ബാറ്റിംഗ് ശൈലിയാണ് ഇവർ പിന്തുടരുന്നത്. പക്ഷേ എല്ലാ സാഹചര്യത്തിലും ഇത് വിജയിച്ചേക്കില്ല. ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ അമേരിക്ക പഠിപ്പിച്ചതും ഇതാണ്. ചില സാഹചര്യങ്ങളിൽ ഈ ശൈലിയിൽ നിന്നും മാറി കുറേക്കൂടി സുരക്ഷിതമായ ബാറ്റിംഗ് രീതി ഇന്ത്യക്കു പിന്തുടരേണ്ടതായി വരും. അവിടെയാണ് ആങ്കർ റോളുകളിൽ കളിക്കാൻ സാധിക്കുന്നവരെ ഇന്ത്യ മിസ് ചെയ്യുക. നേരത്തെ മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലി വഹിച്ച റോളും ഇതായിരുന്നു. സൗത്ത് ആഫ്രിക്കയുമായുള്ള കഴിഞ്ഞ T20 ലോകകപ്പിന്റെ ഫൈനലിലടക്കം അദ്ദേഹത്തിന്റെ അത്തരമൊരു മാച്ച് വിന്നിംഗ് പ്രകടനം കണ്ടു. പക്ഷേ കോഹ്ലി വിരമിച്ച ശേഷം ഈ റോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്ന മറ്റൊരാൾ ടീമിലില്ല. അമേരിക്കയുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ നായകൻ സൂര്യകുമാർ യാദവ് ആങ്കർ റോൾ ഏറ്റെടുത്ത് അവസാനം വരെ ബാറ്റ് ചെയ്തുവെന്നത് ശരിതന്നെ. പക്ഷെ വെറും 15 റൺസിൽ നിൽക്കെ സൂര്യയുടെ സിമ്പിൾ ക്യാച്ച് ശുഭം രഞ്ജനെ പാഴാക്കിയത് കാരണമാണ് അത് സംഭവിച്ചത്. അല്ലായിരുന്നെങ്കിൽ സൂര്യയും നേരത്തെ ക്രീസ് വിടുമായിരുന്നു. ഇവിടെയാണ് ശുഭ്മൻ ഗില്ലിനെ പോലെയൊരാളെ ബാറ്റിംഗിൽ ഇന്ത്യ മിസ് ചെയ്യുക. ടീമിന് തുടക്കത്തിൽ ബാറ്റിംഗ് തകർച്ചകൾ നേരിടുമ്പോൾ ആങ്കർ റോളിൽ ക്രീസിൽ ഉറച്ചുനിന്ന് ബാറ്റ് ചെയ്യാൻ ഗില്ലിന് സാധിക്കും. ആദ്യ ബോൾ മുതൽ ആഞ്ഞടിക്കാൻ ശേഷിയുള്ള അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ പോലെയുള്ള താരങ്ങൾക്കൊപ്പം ഗില്ലിനെ പോലെ ആങ്കർ റോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നവരും ടീമിൽ വേണം. എങ്കിൽ മാത്രമേ ബാറ്റിംഗ് ലൈനപ്പ് കൂടുതൽ സന്തുലിതമായി മാറുകയുള്ളൂ. ഗില്ലിനെ ഒഴിവാക്കിയാണ് സഞ്ജു സാംസണിനെ ഓപ്പണിംഗ് റോളിൽ ലോകകപ്പ് സ്ക്വാഡിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നത്. ലോകകപ്പിൽ ഇന്ത്യയുടെ ടോപ്പ് 6 ബാറ്റിംഗ് ലൈനപ്പ് എടുത്താൽ ഇടങ്കയ്യൻ ബാറ്റർമാരുടെ അതിപ്രസരമുള്ളതായി കാണാം. 6 പേരിൽ 5ഉം ഇടങ്കയ്യൻ താരങ്ങളെങ്കിൽ നായകൻ സൂര്യകുമാർ യാദവ് മാത്രമാണ് ഏക വലങ്കയ്യൻ താരം. ഇത് കാരണം എതിർ ടീം ബൌളർമാർക്ക് പ്ലാനിംഗ് കുറേക്കൂടി എളുപ്പമാവുകയും ചെയ്യുന്നു. ഫീൽഡിംഗ് ക്രമീകരണത്തിൽ ക്യാപ്റ്റന്മാർക്ക് വലിയ മാറ്റങ്ങളും നടത്തേണ്ടിവരില്ല. ഓപ്പണിംഗിൽ ശുഭ്മൻ ഗിൽ എത്തിയാൽ അത് ബാറ്റിംഗ് കോമ്പിനേഷൻ കുറേക്കൂടി വൈവിധ്യമുള്ളതാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വെറും വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് മാത്രം ലോകകിരീടം നേടാനാവില്ലെന്ന് അമേരിക്കയ്ക്കെതിരായ മത്സരം ഇന്ത്യയെ ഓർമ്മിപ്പിക്കുന്നു. പിച്ചുകൾ ബൌളർമാരെ തുണയ്ക്കുമ്പോൾ ഇന്നിംഗ്സ് പക്വതയോടെ കെട്ടിപ്പടുക്കുന്ന ഗില്ലിനെപ്പോലെയോ കോഹ്ലിയെപ്പോലെയോ ഉള്ള താരങ്ങളുടെ കുറവ് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ്. വലങ്കൈ ഇടങ്കൈ ബാറ്റിംഗ് കോമ്പിനേഷനിലെ ഈ അസന്തുലിതാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വമ്പൻ ടീമുകൾക്കെതിരെ ഇന്ത്യ ശരിക്കും വിയർക്കും. വരും മത്സരങ്ങളിൽ ഈ പിഴവുകൾ തിരുത്തി ഇന്ത്യ കരുത്തു കാട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.